കൊല്ലം തേവലക്കര ഹൈസ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പഞ്ചായത്തിന് വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ച് തദ്ദേശ ഭരണ വകുപ്പ്. സുരക്ഷാ ഭീഷണിയുള്ള രീതിയിൽ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് റിപ്പോർട്ട് ചെയ്യാത്തതിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടായി. അനുമതിയില്ലാതെ നിർമ്മിച്ച സൈക്കിൾ ഷെഡ് പൊളിച്ചു നീക്കുകയായിരുന്നു ഉചിതമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അനധികൃത നിർമ്മാണം ക്രമവൽക്കരിക്കണമെന്ന നിർദ്ദേശം അവഗണിച്ച സ്കൂൾ മാനേജ്മെന്റിനെതിരെയും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തലുണ്ട്. 24 ബിഗ് ബ്രേക്കിംഗ്. തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ തദ്ദേശ ഭരണ വകുപ്പ് ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ച രണ്ടാമത്തെ റിപ്പോർട്ടിലാണ് വീഴ്ച തുറന്ന് സമ്മതിക്കുന്നത്. എങ്ങും തൊടാതെയുള്ള ആദ്യ റിപ്പോർട്ട് മന്ത്രി എം വി രാജേഷ് തള്ളിയതോടെയാണ് വീഴ്ച സംബന്ധിച്ച് പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചത്. സ്കൂൾ കെട്ടിടത്തിന് ചുവരിനോട് ചേർന്ന് തന്നെയാണ് സൈക്കിൾ ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഷെഡിന്റെ മേൽക്കൂരയ്ക്ക് 88 സെന്റിമീറ്റർ മുകളിലൂടെയാണ് ലോട്ടേഷൻ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. സ്ഥലപരിശോധന നടത്തിയപ്പോൾ ദൂരപരിധി പാലിക്കാതെ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് റിപ്പോർട്ട് ചെയ്യാത്തതിൽ മൈനാഗപ്പള്ളി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടായി എന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അനധികൃതമായി നിർമ്മിച്ച സൈക്കിൾ ഷെഡ് ക്രമവൽക്കരിക്കാൻ സ്കൂൾ മാനേജ്മെന്റിനോട് നിർദ്ദേശിക്കുന്നതിന് പകരം ഷെഡ് അടിയന്തരമായി പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കുകയായിരുന്നു ഉചിതമെന്നും ചീഫ് എഞ്ചിനീയർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 27 കൊല്ലം പഴക്കമുള്ള സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് നിർമ്മിച്ച സൈക്കിൾ ഷെഡിന് കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം പഞ്ചായത്തിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടില്ല. സൈക്കിൾ ഷെഡിന് KSCBയിൽ നിന്നും അനുമതിയില്ല. അനുമതിയില്ലാതെ നടത്തി നിർമ്മാണം ക്രമവൽക്കരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് രേഖാമൂലം നിർദ്ദേശം നൽകിയിട്ടും സ്കൂൾ മാനേജ്മെന്റ് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പൊതുകെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് നൽകുന്നതിന് തദ്ദേശ ഭരണ വകുപ്പ് എഞ്ചിനീയർക്ക് പുറമെ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി, PTA പ്രതിനിധി, ഹെഡ് മാസ്റ്റർ, സ്ഥലപരിധിയിലെ KSCB പ്രതിനിധി എന്നിവരടങ്ങുന്ന കമ്മിറ്റി രൂപീകരിക്കണമെന്നും റിപ്പോർട്ട് സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നുണ്ട്. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.